നമസ്കാരം, ഞാൻ ഗിയൂറി സച്ചിൻ. മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. ഈ വലിയ നോമ്പിൻ്റെ അതിവിശുദ്ധ നാളുകളുടെ ഓരോ ക്രിസ്ത്യാനികളും കടന്നു പോകുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ച് അതിനെ സമകാലീന സംഭവവാസങ്ങളുമായി ക്ലബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഇപ്പോൾ നടക്കുന്ന ലോകം മുഴുവൻ നടക്കുന്ന സംഭവവാസങ്ങളെ ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനകത്തെ മത ഒളിച്ചുകടത്തൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചുകടത്തൽ, അതിനകത്തെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒക്കെ കാണുമ്പോഴാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന സംശയം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇറാൻ്റെ ചരിത്രമെടുത്താൽ 1970കളുടെ അവസാനം വരെയും അതൊരു ഷാ രാജകുടുംബത്തിൻ്റെ അധികാരത്തിൽ ഒരു യൂറോപ്യൻ നിലവാരത്തിൽ ജീവിച്ചു പോകുന്ന രാജ്യമാണ്. വിദ്യാഭ്യാസം കൊണ്ടും സമ്പന്നത കൊണ്ടും സംസ്കാരം കൊണ്ടും എല്ലാം നല്ല പൈതൃകമായി പോയിരുന്നതാണ്. അവിടെ അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി ക്യാമ്പസുകൾ വഴിയും അല്ലാതെയും ഒക്കെ ആയിട്ട് ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് അവിടെ ഷാ ഭരണകൂടത്തിനെതിരെ വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടിയത്. അതിനെ തക്ക സമയത്ത് വിനിയോഗിച്ച് അവിടുത്തെ ഷിയ മുസ്ലിം പുരോഹിത വർഗം അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഇസ്ലാമിക വിപ്ലവമാക്കിയതിനെ മാറ്റി. അനന്തരഫലം ഷാ ഭരണകൂടം താഴെ വീണു. ഇറാനെ സ്വപ്നം കണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരാളൊന്നില്ലാതെ മുഴുവൻ പേരെയും അവർ കൊന്നും കളഞ്ഞു. അതായത് ഇറാനിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ലോകത്തിന് വ്യക്തമായി കാണിച്ചു കൊടുത്ത ഒരു പാർട്ടിയാണ് ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ തങ്ങളുടെ അധികാരം വരുന്നു, തങ്ങളെല്ലാവരെയും സമത്വത്തോടെ കൊണ്ടുപോകുന്നു, തങ്ങളെല്ലാവർക്കും നല്ലത് ചെയ്യുന്നു എന്നൊക്കെ ആ സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങോട്ട് വലിയ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് അവസാനം ഫലം വന്നപ്പം അവിടെ ഇസ്ലാമിക വിപ്ലവമുണ്ടാക്കി അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ കൊന്നു ദൂരക്കളയുകയും ചെയ്തു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തത്തിൽ വളർന്നു വന്ന ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ. അവിടെ പിന്നെ കണ്ടത് കിരാതമായ ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതാണ്. അവിടുത്തെ സുന്നികളെ പോലും അവർ ഷിയാകൾക്ക് വേണ്ടി കൊന്നു തള്ളിക്കളഞ്ഞു. രണ്ടാം പൗരന്മാരായിട്ടാണ് ഇന്നും ഇറാനിൽ സുന്നികളെ കാണുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാരതത്തിലെ UPA സർക്കാർ എന്ന് പറഞ്ഞാൽ മദാമയുടെ പാവ സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നായിരുന്നു ലിബിയ. ആ ലിബിയയുടെ ഭരണാധികാരിയായ ഗദ്ദാഫിയെ അമേരിക്ക കൊന്നുകളഞ്ഞു. UPA സർക്കാരിലെ പാവ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അടക്കമുള്ളവരാരും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇറക്കി അതിനെ അപലപിക്കുകയോ അതിനെതിരെ പ്രതിഷേധം പറയുകയോ ചെയ്തില്ല. പക്ഷെ ഇന്ന് മദാമ പറയുന്നു ഇറാൻ്റെ പരമോന്നതൻ കൊല്ലപ്പെട്ടതിനെ എന്തുകൊണ്ട് ഇന്ത്യ വിമർശിക്കുന്നില്ല, അല്ലെ ഭാരതം എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല. ഭാരതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഭാരതത്തിൻ്റെ പൗരന്മാരുടെ സുരക്ഷയും സംരക്ഷണവുമാണ് എന്ന് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മദാമയേക്കാൾ നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ടാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ അതിന് കാരണം 1 കോടിയോളം ജനങ്ങൾ GCC രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട്, നല്ല കഷ്ടപ്പെട്ട്, അല്ലാതെ അവിടെ പോയി അവരുടെ സൗജന്യത്തിലല്ല. അത് ഞാൻ പറയാൻ കാരണം ഇന്ന് ഇറാന് വേണ്ടി നിലവിളിക്കുന്ന മലയാളികളായിട്ടുള്ള മതേതരക്കാരും മുസ്ലിങ്ങളും പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നം തരുന്ന രാജ്യങ്ങളാണ്. GCC രാജ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ, ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും അന്നമല്ല തരുന്നത്, അവർ ഉപ്പ് വരുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ അന്നം തരുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് അവരെ എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട്, അതിനോട് നന്ദി വേണം, കൂറ് വേണം. ഇന്ന് അതേ മുസ്ലിങ്ങൾ ഇറാനെതിരെ പറയുന്നവർക്ക് അല്ലെങ്കിൽ ഈ GCC രാജ്യങ്ങളിൽ ഇറാൻ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ പറയുമ്പോൾ അവർ തിരുത്തി പറയുക, അന്നം തരുന്ന സൗജന്യമായിട്ടൊന്നും അല്ല, അവിടെ പോയി കഷ്ടപ്പെട്ടിട്ടാണ്. ഇത് തന്നെയാണ് പണ്ട് തൊട്ടേ മറ്റുള്ളവർ പറഞ്ഞത്. അത്ര മതേതരത്വം ഇല്ലാത്തവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അവിടെ പോയി ഭാരതത്തിലെ യുവജനങ്ങളുടെ, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ കൂടാതെ, കഷ്ടപ്പാടും അവരുടെ പ്രയത്നവും അവരുടെ ആയുസ്സും ആരോഗ്യവും മുഴുവൻ അവിടെ ചെലവഴിക്കുമ്പോൾ
അതിൻ്റെ തണലിൽ വളർന്നു കയറുന്ന GCC രാജ്യങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയ വേതനം ഇന്ത്യയിലേക്ക് നികുതി കൂടാതെ അയക്കുമ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക ക്രമം അനുസരിച്ച് അത് വലിയ തുകയായിട്ട് മാറുന്നു. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇത്രയും കാലം അങ്ങനെയല്ലായിരുന്നു. അതായത് ഇസ്രായേലിൽ ഇറാനെ ആക്രമിക്കുന്ന സമയം വരെ, അല്ലെങ്കിൽ ഇറാനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങുന്ന സമയം വരെ അന്നം തരുന്ന രാജ്യത്തോട് കൂറ് വേണമെന്നുള്ളതായിരുന്നു. അന്നം തരുന്ന രാജ്യത്തോടെ കൂറുള്ളൂ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ ആത്മാവിൽ കയറി ഭാരതത്തിൻ്റെ സ്ത്രീകളിലായിട്ടുള്ള അമ്മമാരുടെയും അതല്ലെങ്കിൽ ഭാര്യമാരുടെ, നമ്മുടെ പെങ്ങന്മാരുടെ, സഹോദരിമാരുടെ മാനം കളയുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവരുടെ സുമംഗലി ആയിരിക്കുന്നവരുടെ ആ ഒരു അവസ്ഥയെ നഷ്ടപ്പെടുത്തി വൈധവ്യം കൊണ്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ നിന്ന് അവർ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് കയറ്റിവിട്ട് പഹൽഗാമിൽ വന്നിട്ട് മതം മാത്രം ചോദിച്ച് അവന് തുണി വരെ അഴിപ്പിച്ച് അവനെ വെടിവെച്ച് കൊന്നു 26 പേര്. അതിൽ 25 പേര് ഹിന്ദുക്കളും ഒരു ക്രിസ്ത്യാനി. കേരളത്തിലെ മുസ്ലിം ലീഗ് അത് അറിഞ്ഞില്ല, കേരളത്തിലെ SDP അത് അറിഞ്ഞില്ല, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ്സുകാർ അത് അറിഞ്ഞില്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും മറ്റ് മതേതരത്വം 4 നേരം ഊട്ടി വിഴുങ്ങുന്ന ഒരൊറ്റ പാർട്ടികളും ഇത് അറിഞ്ഞില്ല. അവർ പ്രതികരിച്ചില്ല. കേരളത്തിലെ ഒരു മുസ്ലിം മത നേതൃത്വങ്ങളും അതിനെതിരെ പ്രതികരിച്ച് ഞാൻ കണ്ടില്ല. പക്ഷെ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ ഭാരതം തീരുമാനിക്കുകയും ശക്തമായി ഭാരതം തിരിച്ചടിക്കുകയും ചെയ്തപ്പോൾ യുദ്ധമല്ല ആവശ്യം, സമാധാനമാണ് ആവശ്യം, ചർച്ചയാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഇവരെല്ലാം തലപൊക്കി. ഈ കൂട്ടത്തിൽ അറിയാത്തൊരു കൂട്ടരുണ്ട് കേട്ടോ, ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ. അതായത് പഹൽഗാമിൽ ഈ ഭാരതത്തിൻ്റെ മക്കളെ കൊന്നു തള്ളിയപ്പോൾ അതിനെ ഒരു ഒഴുക്കം മട്ടിലെങ്ങും തൊടാത്ത വിധത്തിൽ അവതരിപ്പിച്ച് മുങ്ങിയ മതമേലധ്യക്ഷന്മാർ കേരളത്തിലുണ്ട്, ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരും. എന്നാൽ അവർക്ക് ഇപ്പോൾ പൊള്ളാൻ തുടങ്ങി. ഇസ്രായേൽ ഇറാനെ തൊട്ടപ്പോൾ അവർ പല ആളുകളുടെയും പ്രസ്താവന സമാധാനം വേണം, അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ച് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ വിടുന്നുണ്ട്. എന്നാൽ ഇവർ തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിയേ, ആ ഇസ്രായേലില് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ടൂറിസ്റ്റുകളായി വന്നവരും നാട്ടുകാരും ഒക്കെ ചേർന്നൊരു ആഘോഷം പോലെ ആ അവധിക്കാലം ആഘോഷിച്ച്, അല്ലെങ്കിൽ ആ വീക്കെൻഡ് ആഘോഷിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് തോക്കുകളും ഗ്രനേഡുകളും ഒക്കെ ആയിട്ട് കയറിയ തീവ്രവാദികളായ ഹമാസ് ആ 1000-ലധികം പേരെ കൊന്നൊടുക്കി, 100 കണക്കിന് പേരെ ബന്ദികളായി കൊണ്ടുപോയി, അനേക സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി. കേരളത്തിലെ മതേതരത്വം 4 നേരം പുഴുങ്ങി വിഴുങ്ങുന്ന ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരോ രാഷ്ട്രീയ പാർട്ടികളോ മുസ്ലിം മേലധ്യക്ഷന്മാരോ മുസ്ലിം പാർട്ടികളോ മിണ്ടിയേയില്ല. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ. പാവങ്ങൾ പത്രം വായിച്ചിട്ട്, ഇന്നത്തെ പത്രം വായിച്ചിട്ട് 2 ആഴ്ചയായിരുന്നു, അതുകൊണ്ടാണ് അറിഞ്ഞിട്ടേ ഇല്ല. ഇനി കേരളത്തിലെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക് വേറൊരു കുഴപ്പം കൂടിയുണ്ട്. കറുത്തവരെ അവർക്ക് ഇഷ്ടമല്ല. നൈജീരിയയിലും സുഡാനിലും ഒക്കെ 1000-കണക്കിന് നിരപരാധികളായ പെൺകുട്ടികൾ അടക്കമുള്ളവരെ ഈ ഇസ്ലാമിക തീവ്രവാദികൾ വെറും മതത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കുന്നുണ്ട്. വെറും മതത്തിൻ്റെ പേര്, അല്ലാതെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഇസ്രായേല് ഇറാനെ ആക്രമിക്കേണ്ടി വന്നത്? ഇസ്രായേൽ എന്ന് പറയുന്ന ആകപ്പാടെ ഒരു 4-5 നീളമുള്ള ഒരു രാജ്യം. ഈ രാജ്യം അവിടെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇറാൻ്റെ പരമോന്നതൻ ആയ ഖൊമൈനി, ഇപ്പം ഇസ്രായേൽ കൊന്ന് ദൂരോട്ട് കളഞ്ഞ പുള്ളി, അയാളുടെ പ്രഖ്യാപിത ലക്ഷ്യം, അല്ലെങ്കിൽ ഇറാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം അണുബോംബുണ്ടാക്കിയ പിറ്റേ ദിവസം ഭൂമുഖത്തും തന്നെ, അതായത് 2040 മുമ്പ് ഭൂമുഖത്തും തന്നെ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുക. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഇസ്രായേലൊന്നും മിണ്ടാതിരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ പ്രോക്സികളെ വിട്ടിട്ട് ഇസ്രായേലിനെ ദുർബലപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരുന്നു പല കാരണം. അത് പ്രോക്സിയാണ് ഹമാസ് എന്ന തീവ്രവാദ സംഘടന, മതത്തിൻ്റെ പേരില്ല. ഹൂതി മതത്തിൻ്റെ പേരില്ല. ഹിസ്ബുള്ള ലബനോൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ രാഷ്ട്രത്തിൽ അഭയാർത്ഥിയാക്കിയതാണ്. ഗതികേട് കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി ചെന്നതാണ് അവിടെയോട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും
ഇങ്ങനെയൊക്കെ പെറ്റി വരികച്ച് പിന്നെ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞ് അവിടെ കടന്ന് ബഹളം ഉണ്ടാക്കി. അതാണ് ഹിസ്ബുള്ള. സാധാരണ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. ഈ ഹിസ്ബുള്ള ഇവരെല്ലാം വെച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ നോക്കി. ഫലം എന്തായി? മൊത്തത്തോടെ മുച്ചൂടി ഇസ്രായേലിനെ മുടിച്ചു. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ആരെയും കൊല്ലുന്നതോ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നതോ ഒന്നും നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ബൈബിളിൽ വിശ്വസിക്കുന്ന, അല്ല ബൈബിളിലെ വചനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയുള്ള മതമേലധ്യക്ഷന്മാരുടെ ആഹ്വാനം ഒരു ബൈബിൾ വായിക്കാത്തതുകൊണ്ടാണെന്നാണ്. ഇവിടെയൊന്നും സമാധാനം ഉണ്ടാവില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, സ്വയം സമാധാനം കണ്ടെത്താനാണ് കഴിയേണ്ടത്. അത് കർത്താവ് തരുന്ന സമാധാനമായിരിക്കണം. അത് കർത്താവ് തരുന്ന സമാധാനം. ലോകം തരുന്ന സമാധാനത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. അതൊന്നും കീഴ്പ്പെടുത്തിയിട്ടുള്ള സമാധാനം, അല്ലെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി മനസ്സോടെ ചെയ്യുന്ന സമാധാനം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിത്തെറിക്കുന്നത്. പോട്ടെ, അപ്പോൾ ആ ഭാഗത്തേക്കല്ല ഞാൻ കിടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും ചില സാംസ്കാരിക നായകന്മാരെയും കേരളത്തിലെ ചില ചാനലുകളുടെയൊക്കെ പ്രയോഗങ്ങൾ കാണുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇറാൻ്റെ തലവനായ ആളെ കൊന്നതിനെ അപലപിച്ചില്ല? അതാ ഞാൻ മുമ്പ് ചോദിച്ച ഗദ്ദാഫിയെ കൊന്നിട്ട് UPA സർക്കാരിൻ്റെ കാലത്തായിട്ടും കമാന്ന് രക്ഷം മിണ്ടിയില്ല. ഭാരതം ഭരിക്കുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇറാൻ്റെ തലവനായ ഖൊമനേയി അല്ല പ്രധാനപ്പെട്ട ആള്. 1 കോടിയോളം വരുന്ന GCC രാജ്യങ്ങളിൽ കിടക്കുന്ന ഭാരതീയ പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഖൊമനേയി ചത്തോ പോയെന്നുള്ളതൊന്നും പുള്ളിയെ ബാധിക്കുന്ന വിഷയമല്ല. അല്ലാതെ തന്നെ ഖൊമനേയി ഒരു വിശുദ്ധനാണ് എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ തോന്നുള്ളൂ. ആയിരക്കണക്കിന് സ്വന്തം രാജ്യക്കാർ, ലക്ഷക്കണക്കിന് പേരെ വെറും മതം പറഞ്ഞ് കൊന്നുകളഞ്ഞാണ്. എപ്പോഴാണ് മതം വാളെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് മതമായിരുന്നാലും, അതിപ്പോൾ ഹിന്ദു മതമായിരുന്നാലും ക്രിസ്ത്യ മതമായിരുന്നാലും ഇസ്ലാം മതമായിരുന്നാലും സംവാദങ്ങളിലും ആശയ സംഭാഷണങ്ങളിലും തോക്കുമ്പോൾ എൻ്റെ മതത്തിൻ്റെ പരാജയത്തെ ഞാൻ മറച്ചു വെക്കാൻ വേണ്ടി ഞാൻ അധികാരം ഉപയോഗിച്ച് വാളുപയോഗിക്കുമ്പോഴാണ് അവിടെ നിരപരാധികൾ കൊല്ലപ്പെടുന്നത്. അതിന് സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് എൻ്റെ മതത്തെ ചോദ്യം ചെയ്താൽ ഉത്തരം കൊടുക്കാനില്ലാതെ വരുമ്പോൾ അടിച്ചമർത്തുക മാത്രമേ ഉള്ളൂ. അതാണ് ഇറാനിൽ സംഭവിച്ചത്. ഇറാൻ എന്നല്ല, ഈ തീവ്രവാദ ചിന്തകളിലെല്ലാം വന്നു ചേർന്ന്, തീവ്രവാദ ചിന്തകളിലെല്ലാം വന്നു ചേർന്നേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ രാജ്യത്ത് പ്രകടനങ്ങൾ നടത്തുന്നു. ഇവിടെ SDP പ്രകടനം നടത്തുന്നു. ഞാൻ കണ്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി സ്ഥലത്ത് നോക്കി. പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിനെതിരെ SDP ഒരു പ്രകടനം ഞാൻ കണ്ടില്ല. മതേതരത്തെ 4 നേരം അവർ ഊട്ടി ഉറപ്പിച്ച് പറയുന്ന ആളുകളാണ്. ഇവിടുത്തെ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞവരാണ്. കേരളത്തിൽ വിദേശത്തുള്ള എവിടെയെങ്കിലും ഹിന്ദുക്കൾ ഏതെങ്കിലും ഹിന്ദു തീവ്രവാദ ചിന്താഗതി ഉള്ളവർ ഏതെങ്കിലും ക്രിസ്ത്യാനികളെ ഉപയോഗിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി കരയുന്നവരാണ് SDP കേട്ടോ. ഞാൻ കണ്ടില്ല പഹൽഗാമിന് വേണ്ടിയിട്ട് കരയുന്നത്. ഞാൻ കണ്ടില്ല. സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുന്ന തീവ്രവാദ സംഘടനകളിലേക്ക് എതിരെ പറഞ്ഞ് കരയുന്നത് ഞാൻ കണ്ടില്ല. മുസ്ലിം ലീഗ് മതമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗും പഹൽഗാമിലെ ഒരു വിഷയത്തിൽ ഭാരതത്തിൻ്റെ നിലപാടുകൾക്ക് പൂർണ്ണമായി മനസ്സോടെ എന്തോ എന്ന് പറഞ്ഞു എന്ന് വരുത്തി പോയെന്നല്ലാതെ അതിനകത്ത് ആത്മാർത്ഥമായ ഒരു ഇടപെടൽ നടത്തി ഞാൻ കണ്ടില്ല. കാരണം അതിനെതിരെ പറഞ്ഞാൽ ചിലപ്പോൾ കുറ്റിക്കകത്തോട് പോകും. ആണുങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് അപ്പം ഇങ്ങനെ എൻ്റെ മതത്തിന് സൗഭാഗ്യങ്ങൾ കിട്ടുമ്പോൾ അത് മതസൗഹാർദ്ദവും, എൻ്റെ മതത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മതവ്രണമായി മാറുന്ന അവസ്ഥ അത് കൊള്ളില്ല. കേരളത്തിലെ മതേതരത്വം അല്ലെ ഇന്ത്യയിലെ മതേതരത്വം, ഇവിടുത്തെ ഹിന്ദു സമൂഹം ഭൂരിപക്ഷമുള്ള കാലം വരെ ഉണ്ടാവും. മുസ്ലിം സമൂഹമാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷമാകുന്നതെങ്കിൽ ഭൂരിപക്ഷമാകുന്നതിന് അടുത്ത് വരുന്ന ദിവസം തൊട്ട്, ഭൂരിപക്ഷം ആവണമെന്നില്ല, അതിനടുത്ത് വരുന്ന ദിവസം തൊട്ട് ഇവിടെ മതേതരത്വം തീർന്നു പോകും. ഒരു തർക്കവും വേണ്ട. ഇവിടെ മതേതരത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം ബാധ്യതയല്ല. എൻ്റെ മതം ന്യൂനപക്ഷമായിരിക്കുമ്പോൾ മാത്രം ഇവിടെ മതേതരത്വവും, എൻ്റെ മതം ഭൂരിപക്ഷമാകുമ്പോൾ പിന്നെ എൻ്റെ മതം പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്നുള്ള അവസ്ഥയും കൊള്ളില്ല. അത് നമ്മൾ മധ്യപൂർവ്വ ദേശങ്ങളിൽ മുഴുവൻ ഇറാനിലും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് നൈജീരിയ, സുഡാന്, സൊമാലിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ മതം ഭൂരിപക്ഷം പിന്നെ എൻ്റെ മതം മതി, മറ്റൊരു മതവും വേണ്ട. അല്ല, ഭൂരിപക്ഷത്തിന് അടുത്ത് വന്നാൽ മതി, പിന്നെ എൻ്റെ മതം മതി. അതിന് ഇവിടെ ലബനോണിലും അത് തന്നെയല്ലേ കാണുന്നത്.
ആ ഒരു ചിന്താഗതി, അതിനു വേണ്ടിയിട്ട് ആയുധമെടുക്കുകയാണ്. ആശയം കൊണ്ട് ആശയത്തെ ജയിക്കുകയല്ല ചെയ്യുന്നത്, ആയുധമെടുത്ത് ജയിക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ തിരിച്ചടി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം മതഗ്രന്ഥം മാത്രം നോക്കി അതിനകത്ത് മാത്രം പറയുന്ന എല്ലാം ശരിയാണെന്നും പറഞ്ഞിരിക്കുന്ന ആളുകളെ കവച്ച് വെച്ച് ആളുകൾ മുമ്പോട്ട് നടന്നു പൊക്കോണ്ടേയിരിക്കും. അവർ പലതും കണ്ടെത്തും, അവർ ജീവിതത്തിൽ വിജയിക്കാനുള്ള സകല കാര്യങ്ങളും കണ്ടെത്തും. മതഗ്രന്ഥങ്ങൾ അല്ല ദൈവം. അതൊരാ വിശ്വാസത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു ചൂണ്ടുപലക മാത്രമാകണം. ഈ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതിനകത്ത് നോക്കി, ഇപ്പോൾ ബൈബിൾ എടുത്ത് വെച്ച് നോക്കിയിട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് ദിവസം വരെ മുഴുവൻ ഞാനിരുന്ന് വായിച്ച് വെച്ച് ഇതിനകത്തില്ലാത്തൊന്നും എൻ്റെ ജീവിതത്തിൽ പറ്റത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഈ മൊബൈൽ ഫോണോ ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യം, ഈ കയ്യെ കെട്ടിരിക്കുന്ന വാച്ചോ മുഖത്ത് വെക്കുന്ന കണ്ണട പോലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്തില്ല, അതുകൊണ്ടത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണെന്നും ദൈവവചനം അതിലുണ്ടെന്നും അത് മറ്റുള്ളവർക്ക് ദോഷമാകാത്ത വിധത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത് എൻ്റെ വിശ്വാസത്തെയും എൻ്റെ പ്രാർത്ഥനയും എല്ലാം ചേർത്ത് നിർത്തി മുമ്പോട്ട് പോവുകയും ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് പുരോഗമനം ഉണ്ടാകും. അല്ലാതെ പുസ്തകത്തിൽ നോക്കി അതിനകത്തില്ല, അതുകൊണ്ട് ഇനിയില്ല. പുസ്തകത്തിൽ നോക്കുമ്പോൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ഇല്ല. മനുഷ്യന് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് ഓരോന്ന് വർക്ക് ചെയ്യുക. അത് വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആ വിശ്വാസ സ്ഥിരതയോടെ നിന്ന് മുമ്പോട്ട് പോവുക. ഐസക് ന്യൂട്ടനും വിശ്വാസിയായിരുന്നു, ആൽബർട്ട് ഐൻസ്റ്റീനും വിശ്വാസിയായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയത് ക്രിസ്ത്യൻ പുരോഹിതന്മാർ ആണ്. അവരൊക്കെ വിശ്വാസികളായിരുന്നു. പക്ഷെ അവർ മതഗ്രന്ഥത്തിലേക്ക് മാത്രം നോക്കിയിരുന്നിട്ടല്ല അവർ പോയത്. അവരാശയങ്ങളിലൂടെ യാത്ര ചെയ്തു, അവർ പല പല ചിന്തകളിലൂടെ യാത്ര ചെയ്തു. നല്ലതിന് വേണ്ടി അവരുടെ സമയത്തെ വിനിയോഗിച്ചു. അല്ലാതെ മതത്തിന് വേണ്ടി മാത്രം സമയത്തെ വിനിയോഗിക്കുക. എൻ്റെ മതത്തിൽ പറയാത്തൊന്നും ഞാൻ അംഗീകരിക്കലെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. മതഗ്രന്ഥങ്ങൾക്ക് അപ്പുറമാണ് ലോകം. മതഗ്രന്ഥങ്ങൾ ചൂണ്ടുപലകയാണ്. കൊമളിയിൽ നിന്ന് കോട്ടയത്തിന് പോകുന്നവന് വരുന്ന വഴികളിൽ വഴി തെറ്റായിരിക്കാൻ ഓരോരുത്തർക്കും സൈൻ ബോർഡ് ഉണ്ടാകും. ആ സൈൻ ബോർഡ് മാത്രമായിരിക്കണം മതഗ്രന്ഥങ്ങൾ. ആ വഴി വിശ്വാസവും. കോട്ടയം എന്നത് കൊമളിയിൽ നിന്ന് വരുന്നവനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം എന്ന് പറയുന്നത് അവൻ്റെ ലക്ഷ്യസ്ഥാനവുമായിരിക്കണം എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ മതവും. ഇത് തിരിച്ചറിയാതെ മതത്തിന് വേണ്ടി കൊല്ലുക, മതം എൻ്റെ മതത്തിലുള്ളവർ മാത്രം മതി, അല്ലാത്തവർ വേണ്ട, എൻ്റെ മതത്തിനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ മാത്രമേ ശരിയാവുള്ളൂ, എൻ്റെ മതത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് റിയൽ കേരള സ്റ്റോറിയാവും, അല്ലെങ്കിൽ അത് റിയൽ മതേതരത്വമാവും എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ യാക്കോബായ സഭയുടെ മലബാർ ഭദ്രാസനത്തിലെ ഒരു ദൈവാലയത്തിൽ അവിടെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം കൊടുത്തു. ആണുങ്ങൾക്ക് വേറെ, പെണ്ണുങ്ങൾക്ക് വേറെ എല്ലാം കൊടുത്തു. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊക്കെ ആ പുരോഹിതൻ ആത്മാഭിമാനത്തോടെയൊക്കെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ ഈ യാക്കോബ സഭയിലൊരു അച്ഛൻ തന്നെയാണ്. മതേതരത്വം പൂർത്തിയായോടെ? എൻ്റെ വിശ്വാസം അനുസരിച്ച് മതേതരത്വം പൂർത്തിയായില്ല. ആകണമെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് മതേതരത്വം നിലനിൽക്കുന്ന ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്ക് അവിടെ ഒരു ഹോമം നടത്താനോ ആ പള്ളിക്കകത്തൊരു ഗണപതി പൂജ നടത്താനോ നിങ്ങൾ സ്ഥലം കൊടുക്കണം, വേണ്ടേ? അപ്പോഴല്ലേ മുസ്ലിമിനും ആയുള്ളൂ, ക്രിസ്ത്യാനിക്കും ആയുള്ളൂ, ഹിന്ദുവിനും ആയുള്ളൂ. ഇനി പാഴ്സികൾ വരുവാണെങ്കിൽ അവർക്കും കൊടുക്കണം, സിഖുകാർ വരുവാണെങ്കിൽ അവർക്കും കൊടുക്കണം, ജൈനന്മാർ വരുവാണെങ്കിൽ അവർക്കും കൊടുക്കണം. എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണെന്നുള്ളത് വേറെ വിഷയം. ആർക്ക് വേണമെങ്കിലും ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാമെന്നേ പറഞ്ഞുള്ളൂ. ആരാധന നടത്തുന്നത് വേറെ രീതിയിലാണ്. ആരാധന അതാത് വിശ്വാസം അനുസരിച്ച് നടത്തുക. പ്രാർത്ഥിക്കുന്നത് ദൈവമായിട്ടുള്ള സംസാരമാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോട്ടെ. അപ്പോൾ ഈ മതേതരത്വം പൂത്തുലയണമെങ്കിൽ, റിയൽ കേരള സ്റ്റോറി ആവണമെങ്കിൽ ഒരു ഗണപതി പൂജയ്ക്ക് ഹോമത്തിന് സ്ഥലം കൊടുക്കണം. എന്ത് പറ്റുമോ? പറ്റിയല്ല പിന്നെ മതേതരത്വം എന്ന് പറയരുത് കേട്ടോ. റിയൽ കേരള സ്റ്റോറി എന്ന് പറയരുത് കേട്ടോ. ക്രിസ്ത്യ വിശ്വാസത്തെ അവഹേളിക്കാൻ ഞാൻ ഇടം കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, അല്ലേ? സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതനുസരിച്ച് സൺഡേ സ്കൂൾ തൊട്ട് ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്കിന് ബലിപീഠത്തെ ഒരു ശുശ്രൂഷകന് പോലും ധൂപക്കുറ്റിയും മെഴുകുതിരിയും കൈപ്പിടിക്കാതെ ക്രോസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. കത്തിച്ച് ധൂപമിട്ടിരിക്കുന്ന ധൂപക്കുറ്റിയും ഒരു മെഴുകുതിരിയും കൈപ്പിടിക്കാതെ ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, ആകെ ഒരു ശുശ്രൂഷകന് ക്രോസ് ചെയ്യാൻ പറ്റുന്ന സമയം പരിശ്രൂഷി ആരംഭിക്കുന്ന മറിയാം തീരത്തേക്ക് പറഞ്ഞ് ആ ബലിപീഠത്തിന് ചുറ്റുന്ന സമയത്ത് മാത്രമേ ഒരു പൂർണ്ണ വൃത്തത്തിൽ ക്രോസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് യാക്കോബായക്കാരൻ്റെയും ഓർത്തഡോക്സുകാരൻ്റെയും ഒക്കെ വിശ്വാസം അനുസരിച്ചും ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അതിനെ തിരിഞ്ഞ് പടിഞ്ഞാറേക്ക് നിന്ന് പള്ളിയിൽ നിന്നുകൊണ്ട് പള്ളിക്കുള്ളിൽ പൂമോം വരെ പള്ളിയാണ്. ആ പള്ളിക്കുള്ളിൽ നിന്നിട്ട് നീ എന്ത് കാര്യത്തിന് കൊടുത്താലും
അതെങ്ങനെ വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നത്? അതെങ്ങനെ മതേതരത്വമാകുന്നത്? മതേതരത്വമാകുന്നതോടെ കൊടുക്കണം. ഈ ബന്ധുക്കൂസാനും കൊടുക്കണം, അവൻ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത്. കത്തോലിക്കനും കൊടുക്കണം, അവൻ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത്. മാർത്തോമാക്കാരനും CSI കാരനും ഒക്കെ കൊടുക്കണം. അവരെല്ലാം യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് കണ്ട് ആരാധിക്കുന്നവരാ. മെത്രാങ്കക്ഷിക്കും കൊടുക്കണം, വേണ്ടേ? അവർക്കും കൊടുക്കണം. സ്വസഹോദരങ്ങളല്ലേ. ഒരു യാക്കോബക്കാരനെ സംബന്ധിച്ചുള്ള അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മെത്രാങ്കക്ഷിക്കാരനാണ് അവൻ്റെ ഒരു വിശ്വാസം. അത് സാധാരണ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏറ്റവും വലിയ ശത്രു മെത്രാങ്കക്ഷിക്കാരനാണ് അവൻ്റെ ഒരു വിശ്വാസം. ഒരേ ദൈവത്തെ ആരാധിക്കുന്ന, ഒരേ അപ്പത്തിൻ്റെ അംശികളായ, ഒരേ ആരാധന നടത്തുന്ന, ഒരേ വേഷ സംവിധാനങ്ങളോടെ പോകുന്ന സ്വസഹോദര ശത്രുവാണ്. എന്നുവെച്ച് മറ്റൊരു മതക്കാരൻ അവൻ്റെ മതത്തിലെ ഏതെങ്കിലും ഒരു മസ്ജിദിലോ അവൻ്റെ ഹോളിലോ അവൻ്റെ മദ്രസയിലോ പെട്ടെന്നൊരു ആവശ്യത്തിൽ ഇങ്ങനെ ഒരു കുർബാന അർപ്പിക്കാനായിട്ടൊരു സമയം തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സന്ധ്യാപ്രാർത്ഥന നടത്താനെങ്കിലും ഒരു അവസരം തരണമെന്ന് പറഞ്ഞാൽ കിട്ടുകയില്ല. അവരത് പറയും, ഇത് വിട്ടുള്ള സ്നേഹം മതി എന്ന് പറയും. അത് അവരുടെ വ്യക്തിത്വമാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ ഞാൻ പറയുന്നില്ല. അത് അവരുടെ അന്തസ്സ്, അവരുടെ വ്യക്തിത്വവും അവരുടെ വിശ്വാസം അനുസരിച്ച് ഇത് തെറ്റായതുകൊണ്ട് പറ്റിയില്ല. അവിടെ മതേതരത്വം ഒന്നും ഒഴുകി പോകുന്നില്ല. അപ്പോൾ ഇവിടെ മതേതരത്വം ഏകപക്ഷീയമായി പോകുന്നതാണ് ഇന്ന് ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ കാണുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നല്ലൊരു ശതമാനം ഇറാൻ്റെ കൂടെ അങ്ങ് ചേർന്ന് കഴിഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിലെ എന്താണെന്നറിയോ, അത് ഇസ്രായേൽ കാഫിറിൻ്റെ രാജ്യമാണ്, ഇറാൻ കാഫിറിൻ്റെ രാജ്യമാണ്. പക്ഷേ ഇസ്രായേലിലും ഇറാൻ കാഫിറിൻ്റെ രാജ്യമല്ല, ഇറാൻ നമ്മുടെ രാജ്യമാണ്. അമേരിക്ക കാഫിറിൻ്റെ രാജ്യമാണ്. പക്ഷേ ഇസ്രായേലിലും അമേരിക്കയിലും സന്തോഷത്തോടെ കഴിയുന്ന മുസ്ലിങ്ങളുടെ 10% പോലും ഇറാനിൽ കഴിയുന്നില്ല എന്നുള്ളത് നമുക്കൊരു വിഷയമേ അല്ലെന്ന്. ഞങ്ങളുടെ മതമാണ്, മതത്തിൽപ്പെട്ടവർ മാത്രമാണ് വരുന്നത്. എന്തിനാണ് ഇവിടെ ഈ പറഞ്ഞ മലബാർ ഭദ്രാസനത്തിൽ അവിടെ പള്ളി സൗകര്യം കൊടുത്തതെന്ന് വെച്ചാൽ മതമാണ് ഞങ്ങൾക്ക് വിഷയം എന്ന് പറഞ്ഞ KM ഷാജിയുടെ പാർട്ടിയുടെ ഓഫീസ് തുറന്നപ്പോഴാണ്. മനസ്സിലായോ? അതാണ് വ്യത്യാസം. അവർക്ക് മതമാണ് വിഷയം, ഞങ്ങൾക്ക് മതമൊന്നൊരു വിഷയമല്ല. ആര് വന്നാലും ഞങ്ങൾക്ക് ഓക്കെയാണ്. അത് കൊള്ളില്ല. എൻ്റെ മതം ശരിയാണെങ്കിൽ മറ്റൊരുത്തിൻ്റെ മതവും അവൻ്റെ വിശ്വാസങ്ങളും ശരിയാണെന്ന് ഞാൻ ചിന്തിക്കണം. അല്ലാതെ എൻ്റെ മതം മറ്റുള്ളവർക്ക് ഞാൻ അടിച്ചേൽപ്പിക്കും. പക്ഷെ നിൻ്റെ മതം അത് കൊള്ളില്ല എന്ന് വെച്ച് മതേതരത്വമൊന്നും പറയരുത്. ഇസ്രായേലിനെ അല്ലെങ്കിൽ അമേരിക്കയെ ആക്രമിക്കുവാൻ ഇറാനും അതുപോലെ തന്നെ തീവ്രവാദ രാജ്യങ്ങളും അല്ലെങ്കിൽ തീവ്രവാദ ചിന്തകളുള്ള സംഘടനകളും തയ്യാറാകുമ്പോൾ അതിനെ വിമർശിക്കാൻ നിനക്ക് ഇച്ഛാശക്തി ഇല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും അടക്കം നടത്തുന്ന പ്രത്യാക്രമണത്തെ വിമർശിക്കാൻ നിനക്ക് അവകാശമില്ല. അത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കായിരുന്നാലും കൊള്ളാം, രാജ്യത്തെ മതമേലധ്യക്ഷന്മാർക്കായിരുന്നാലും കൊള്ളാം, രാജ്യത്തെ എന്താ പറയുക ഏത് വ്യക്തിക്കായിരുന്നാലും കൊള്ളാം, മതേതരത്വം പറയുന്ന ഏത് വ്യക്തിക്കായിരുന്നാലും കൊള്ളാം. അപ്പോൾ നമ്മളുടെ ചിന്ത നമുക്ക് തന്നെ ദോഷമാണ്. എങ്ങനെ ദോഷമാകുന്നു? ബോധമുള്ള വിമർശിക്കും, അന്നേരം അതാണ് ദോഷമായി മാറുന്നത്. അവൻ ആയുധെടുക്കുകയല്ല ചെയ്യുന്നത്. അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ ചെയ്തതും തെറ്റാണ് എന്ന് പറയാൻ ഇതിനെ നിഷ്പക്ഷമായി കാണുന്ന ആളുകൾക്ക് കഴിയും. ഇപ്പം ഒരു കാര്യമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ കയറി ഇസ്രായേൽ ആക്രമിക്കുമായിരുന്നെങ്കിൽ ഞാനും ഇറാൻ്റെ പക്ഷത്ത് നിന്നെ. പക്ഷേ ഇറാൻ്റെ കൊല്ലപ്പെട്ട ഖമനൈ എന്ന് പറയുന്ന നേതാവിൻ്റെയും ആ രാജ്യത്തിൻ്റെയും പ്രഖ്യാപിത ലക്ഷ്യം 2040 മുമ്പ് അണുബോംബ് ഉണ്ടാക്കുക, ഇസ്രായേലിനെ തീർക്കുക. എന്താ കാര്യം? അണുബോംബ് ഉണ്ടാക്കുന്നതും ഇസ്രായേലിനെ തീർക്കുന്നതിൻ്റെയും കാരണം മതം. അത്രേ ഉള്ളൂ കാര്യം, വേറെ കാര്യമൊന്നുമില്ല. അപ്പം അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. യഹൂദൻ്റെ മതം അല്ലെങ്കിൽ അവൻ്റെ ജീവിത രീതി അനുസരിച്ച് പോട്ടെന്നേ. മുസ്ലിമിൻ്റെ ജീവിത രീതി അനുസരിച്ച് പോട്ടെ, ക്രിസ്ത്യാനിയുടെ പോട്ടെ, ഹിന്ദുവിൻ്റെ രീതി അനുസരിച്ച് പോട്ടെ. ഒന്നൊന്നിനകത്തേക്ക് കണ്ട് നീടിച്ച് കയറിയിട്ട് എൻ്റെത് മാത്രം ശരിയെന്ന് പറയാൻ നിൽക്കുന്നതുകൊണ്ടല്ലേ കുഴപ്പം മുഴുവൻ വരുന്നത്. നിനക്ക് നിൻ്റെ മതം പ്രചരിപ്പിക്കാം. ഒരു ഹിന്ദുവിന് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി വേദങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭഗവത്ഗീതയെക്കുറിച്ചോ രാമായണം, മഹാഭാരതം, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകളെക്കുറിച്ചോ ഒക്കെ പറയാം. അതിനുള്ള റൈറ്റ് ഉണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി യേശുക്രിസ്തുവിനെക്കുറിച്ചും ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ചും പറയാം. അതിനുള്ള റൈറ്റ് അവനുണ്ട്. ഒരു മുസ്ലിമിന് അപ്രകാരം ചെയ്യാം. അവൻ്റെ മതഗ്രന്ഥം എവിടെ വേണമെന്ന് പ്രസംഗിക്കുക, അങ്ങോട്ട് വേണം പറയാം, ഒരു കുഴപ്പം. പക്ഷേ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയോ പ്രലോഭനങ്ങൾ കൊണ്ടോ സമ്പത്തുകൾ കൊണ്ടോ ഭീഷണി കൊണ്ടോ അതിലേക്ക് അടിമപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായ എതിർപ്പുണ്ടാകും.
ആ എതിർപ്പാണ് ഇന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും. അതിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കേരളത്തിലെ മതമേലധ്യക്ഷന്മാർക്ക് കറുത്തവരെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. കറുത്തവരെ ഇഷ്ടമല്ലെന്ന് പറയാൻ കാരണം വെച്ചാൽ നൈജീരിയയിൽ, സുഡാനിൽ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, സിറിയയിലടക്കമുള്ളിടത്ത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി തീവ്രവാദികൾ മതത്തിൻ്റെ പേരിൽ മാത്രം. ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരിട്ട് അറിഞ്ഞിട്ടുമില്ല, അവരുടെ കേട്ടിട്ടുമില്ല, അവരുടെ കണ്ടിട്ടുമില്ല. ആ സമയത്ത് പത്രം വായിച്ചിട്ട്, പത്രവും വായിക്കാറില്ല, ടി വിയും കാണാറില്ല. അവരന്നേരം പ്രാർത്ഥനയിലും ധ്യാനത്തെയും മാത്രമേ അതുകൊണ്ട് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ വിമർശിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഏകപക്ഷീയമായി പോകരുത്. എൻ്റെ സ്വന്തം ജനത്തെ കൊന്നൊടുക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരുന്ന് മറ്റവനെ ചൊറിയുന്ന കാണുമ്പോഴത്തേക്കിന് അയ്യോ ചൊറിഞ്ഞപ്പോൾ മാന്തിയിട്ട് വേദനിച്ചോ എന്ന് ചോദിക്കരുത്. എല്ലാ മനുഷ്യരും, അത് മുസ്ലിം ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും ഹിന്ദു ആയിരുന്നാലും പാഴ്സി ആയിരുന്നാലും ജൈനായിരുന്നാലും സിഖുകാരനായിരുന്നാലും അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നത് ചോരയാണ്. അവനെ തല്ലിയാൽ, അവനെ മുറിവേൽപ്പിച്ചാൽ അവന് വേദനയുണ്ട്, അവന് മുറിവേൽക്കും. അതിൽ നിന്ന് രക്തമേ ഒഴുകുള്ളൂ, അല്ലാതെ പച്ചരക്തം ഒഴുകുകയില്ല, കാവിരക്തം ഒഴുകുകയില്ല, വെള്ളരക്തം ഒഴുകുകയില്ല, അതല്ലെങ്കിൽ മറ്റുള്ള ഓരോ മതത്തിൻ്റെയും പ്രത്യേക കളറുകളനുസരിച്ചുള്ള രക്തം ഒഴുകത്തില്ല എന്ന് ചിന്തിക്കാൻ കഴിയണം. അപ്പോഴേ യഥാർത്ഥ മതേതരത്വം പൂത്തുലയുള്ളൂ. അല്ലാണ്ട് ഏകപക്ഷീയമായിട്ട് എൻ്റെ മതത്തിന് വേണ്ടിയിട്ട് എൻ്റെ മതത്തിൽപ്പെട്ടവരെ കൊല്ലുമ്പോൾ ഞാൻ ഓഹോ അത് പറ്റില്ല എന്ന് പറയും, മറ്റുള്ള മതത്തെ കൊല്ലുമ്പോൾ ആഹാ എന്ന് പറയുന്ന പരിപാടി കൊള്ളില്ല. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മതമേലധ്യക്ഷന്മാരായിരുന്നാലും രാഷ്ട്രീയക്കാരായിരുന്നാലും ഒക്കെ ആണത്തമില്ലാത്തവർ എന്ന് പറയാൻ കഴിയും. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സമാധാനത്തിന്, ലോക സമാധാനം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് വിശുദ്ധ വേദോത്സവം ശരിക്കറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പോൾ ലോകം തരുന്ന സമാധാനവും ദൈവിക സമാധാനവും രണ്ടും രണ്ടാണ്. ദൈവിക സമാധാനം ഒരു വ്യക്തികളും അവനവനിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ദൈവത്തിൽ സന്തോഷിച്ച് ജീവിക്കുന്നവനാണെന്ന് പറയുന്നിടത്ത് ആ ദൈവിക സമാധാനമുണ്ട്. ലോകത്തിൻ്റെ സമാധാനം ഒന്നീ കോംപ്രമൈസ്, അതല്ലെങ്കിൽ അടിച്ചമർത്തി, അല്ല ഭീഷണി കൊണ്ട്, അല്ല അധികാരത്തിൻ്റെ മുഷ്ടി ഉപയോഗിച്ച് ചവിട്ടിത്താഴ്ത്തി മുമ്പോട്ട് പോകുന്ന ലോക സമാധാനം, അത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പൊട്ടിത്തെറിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കും. ലോക സമാധാനത്തിന് വേണ്ടിയല്ല, ഓരോ മനുഷ്യനും ദൈവരാജ്യം ഓരോ മനുഷ്യനിലും ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവരാജ്യം എന്ന് പറയുന്നത് അവനവനിൽ തന്നെയാണ്. സ്വർഗരാജ്യവും ദൈവരാജ്യവും രണ്ടും രണ്ടാണ്. സ്വർഗരാജ്യം വേറെ, ദൈവരാജ്യം വേറെ. ദൈവരാജ്യം ഞാൻ എന്നിൽ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഞാൻ സംതൃപ്തനാകുമ്പോൾ എന്നിൽ ദൈവരാജ്യം വരും. എൻ്റെ കുറവുകളെക്കുറിച്ച് പരിതപിച്ചുകൊണ്ട് മാത്രം മറ്റുള്ളവരെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അവിടെ ദൈവരാജ്യമല്ല, അസമാധാനത്തിൻ്റെ പൈശാചിക രാജ്യം അവിടെ വരുന്നത്. അപ്പോൾ ദൈവരാജ്യം നീ നിന്നിലുണ്ടാക്കിയെടുത്ത് നീ നിന്നിലൂടെ മറ്റുള്ളവരെ നോക്കി, മറ്റുള്ളവരെ നിന്നെപ്പോലെ കണ്ട്, യേശുക്രിസ്തു പറഞ്ഞു നിന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും കണ്ട് സ്നേഹിക്കുമ്പോൾ യുദ്ധവും ഉണ്ടാവില്ല, കലഹവും ഉണ്ടാവില്ല. അവിടെ ദൈവരാജ്യം തന്നെ വന്ന് സംജാതമാവും. അല്ലാതെ എൻ്റെ മതം മാത്രം ശരി, എൻ്റെ മതത്തിലുള്ളവരെ കൊല്ലുമ്പോൾ, എൻ്റെ മതത്തിലെ നേതാക്കന്മാരെ കൊന്നാൽ അത് കുറ്റം, നിങ്ങളുടെ മതത്തിലുള്ള നേതാക്കന്മാരെ കൊന്നാൽ അത് ശരി, എൻ്റെ മതത്തിന് എല്ലാ സൗകര്യങ്ങളും അനുവദിച്ചു തരുമ്പോൾ അത് മതേതരത്വം, നിങ്ങളുടെ മതത്തിനൊരു സൗകര്യം അനുവദിച്ചു തരുമ്പോൾ അത് വർഗീയത എന്ന് പറയരുത്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാത്തവൻ പിന്നെ സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കാത്തവന് ഒരിക്കലും സ്വയത്തെ അവനവനെ തന്നെ സ്നേഹിക്കാൻ കഴിയില്ല. അവനവനെ സ്നേഹിക്കാതെ അവന് ദേശത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ദേശത്തെ സ്നേഹിക്കാതെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയില്ല. രാജ്യത്തെ സ്നേഹിക്കാതെ കാണപ്പെടാവതല്ലാത്ത നിന്റെ ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും? ഈ ലോകത്തുള്ള നീ കാണുന്ന മനുഷ്യ സഹോദരങ്ങളെ സ്നേഹിക്കാതെ, അവൻ്റെ ജാതി വർഗം വ്യത്യാസമൊന്നും നോക്കണ്ട, അവനെ നീ സ്നേഹിക്കാണ്ട് നീ എങ്ങനെ കാണപ്പെടാവതല്ലാത്ത ദൈവത്തെ സ്നേഹിക്കും? ഇത് ഞാൻ ചോദിച്ചല്ലോ കേട്ടോ. നിന്റെ സഹോദരൻ കാണാവുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ നീ എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുമെന്ന് വചന പറഞ്ഞേക്കുന്നത്, ഞാൻ പറഞ്ഞല്ല. അപ്പോൾ ഇത് കഴിയണം. ഇങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാകൂ. അങ്ങനെ ഏകപക്ഷീയമാവരുത്. ഇന്നത്തെ പല മാധ്യമങ്ങളും മുഴുവൻ, കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഏകപക്ഷീയമാണ്. ഒരു മതത്തിന് വേണ്ടി മാത്രം കൊള്ളും. എന്നിട്ട് പറയുന്ന മതേതരത്വം. മതത്തിൽ ചാനലുകളിലൊക്കെ വായിക്കുന്നവർക്കൊക്കെ ആവേശം കൊള്ളുന്നത് കാണാം. ഇസ്രായേലിലേക്ക് ഒരു ബോംബ് വീണ് 10 പേര് ചത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ലോട്ടറി അടിച്ച പോലെ, ഏതാണ്ട് വലിയ സംഭവം നടന്ന പോലെ തിരിച്ചു വരുമ്പോഴത്തേക്കിന് ക്രൂരമായി ഇസ്രായേൽ ആക്രമിച്ചു, ഇത്ര പേര് ചത്തു എന്ന് പറയും. അവിടെയും മനുഷ്യൻ മരിച്ചു, ഇവിടെയും മനുഷ്യൻ മരിച്ചെന്ന് ചിന്തിക്കുന്ന ചാനലുകളേ കേരളത്തിലില്ല, പത്രങ്ങളേ കേരളത്തിലില്ല. അതെല്ലാം മതത്തിന് വേണ്ടി ഏകപക്ഷീയമായിട്ട് പോവുക. അത് കൊള്ളില്ലല്ലോ. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകളും പത്രങ്ങളും സമൂഹവും മനുഷ്യനുമാണെങ്കിൽ നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്തേക്കണം. ഇസ്രായേൽ ചെയ്തത് ശരിയാണെങ്കിൽ ഇറാൻ ചെയ്തത് ശരിയാണ്, ഇറാൻ ചെയ്തത് ശരിയാണെങ്കിൽ ഇസ്രായേൽ ചെയ്തത് ശരിയാണ്
എന്ന് പറയാനുള്ള ഇച്ഛാശക്തി കാണിക്കണം. അല്ലാതെ ഇസ്രായേലിനിട്ട് ഇറാൻ ചെയ്യുമ്പം അത് ശരി, ഇസ്രായേൽ തിരിച്ച് ചെയ്താൽ അത് തെറ്റ്, അമേരിക്ക അതിനെ ഏകപക്ഷീയമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്താൽ അതിന് കാരണം എന്താണെന്ന് ചിന്തിക്കാതെ അതിനെതിരെ പറയുന്നത് തെറ്റാണ്. അമേരിക്ക സപ്പോർട്ട് ചെയ്തില്ല ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് കളയും മറ്റ് രാജ്യങ്ങൾ. അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം യഹൂദന് ഈ ഭൂമി ജീവിക്കാൻ അവകാശമുണ്ടെന്നേ, അവൻ ജീവിക്കട്ടെ, അവന് സ്വതന്ത്രമായി സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനുള്ള അവസരം കൊടുക്കട്ടെ. അത് മതത്തിൻ്റെ പേരിൽ എന്തിനാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്? അവൻ്റെ ദേശത്ത് 3000 വർഷങ്ങൾക്ക് മുമ്പേ അവൻ താമസമുറപ്പിച്ച ദേശത്ത് അവൻ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന ഭൂമിയിൽ അവന് താമസിക്കാൻ അവസരം കൊടുക്കുകയെന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ ശത്രുത, ഏറ്റവും വലിയ ദോഷം അതല്ലേ? എന്നുവെച്ച് അവൻ തിരിച്ചടിക്കുമ്പം അയ്യോ എന്ന് വെക്കുകയും അവനോട്ടടിക്കുമ്പം ആഹാ എന്ന് വെക്കുകയും ചെയ്യരുത്. ആദ്യം അവനോട്ടടിക്കുക, എന്നുവെച്ച് അവൻ തിരിച്ചടിക്കുമ്പോൾ അയ്യോ എന്ന് വെക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ.